ABVP പ്രവർത്തകനായിരുന്ന വിശാൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് സമീപം കോളേജിലേക്കുള്ള വഴിയിൽ കുത്തേറ്റ് വീണ് മരിച്ചിട്ട് 13.5 കൊല്ലത്തിന് ശേഷം ഇന്ന് ആ കേസിൽ കോടതിയുടെ വിധി വന്നു. ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരായിരുന്ന മുഴുവൻ പ്രതികളെയും 20 പേരെയും കോടതി വെറുതെ വിട്ടു. മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധിന്യായം. 19 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന ഒരു ചെറുപ്പക്കാരൻ കുത്തേറ്റ് മരിച്ചു എന്നത് സത്യമാണ്. പക്ഷേ പ്രതികളുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം തെളിയിക്കപ്പെടാനാകാതെ പോയത് എന്തുകൊണ്ടാണ്? അന്വേഷണത്തിൽ പോലീസിനും കേസ് നടത്തിപ്പിൽ പ്രോസിക്യൂഷനും പാളിയോ? പരിശോധിക്കാം ആദ്യം RDX റാപ്പ്. ചെങ്ങന്നൂർ കോട്ട ശ്രീശൈലം വീട്ടിൽ വിശാലിനെ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിന് മുന്നിൽ ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ ആക്രമിച്ച് കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. 2012 ജൂലൈ 16 രാവിലെ 10:45 കേസിനാസ്പദമായ സംഭവം. ഈ സമയം വിശാലിനൊപ്പം സ്ഥലത്തുണ്ടായിരുന്ന ABVP പ്രവർത്തകരായ വിഷ്ണുപ്രസാദ്, ശ്രീജിത്ത് എന്നിവർക്കും ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. കുത്തേറ്റ വിശാലിനെ ആദ്യം ചെങ്ങന്നൂർ ഗവൺമെന്റ് ആശുപത്രിയിലും തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. ആശുപത്രിയിലേക്കുള്ള യാത്രാമധ്യേ പ്രതികളെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ വിശാൽ സുഹൃത്തിനോട് വെളിപ്പെടുത്തിയത്. ആദ്യം ലോക്കൽ പോലീസ് അന്വേഷിച്ച കേസിൽ പ്രതികളുടെ അറസ്റ്റ് വൈകിയതിനെ തുടർന്ന് ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം പൂർത്തിയാക്കിയത്. ലോക്കൽ പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിന്റെയും ഉൾപ്പെടെ 3 ഡിവൈഎസ്പിമാരാണ് കേസിൽ അന്വേഷണ നടപടികൾ പൂർത്തിയാക്കിയത്. പ്രായപൂർത്തിയാകാത്ത ഒരാൾ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത്. വിചാരണ വേളയിൽ 55 സാക്ഷികൾ, 205 രേഖകൾ എന്നിവ പ്രോസിക്യൂഷൻ ഹാജരാക്കി. RDX റാപ്പ് ന്യൂസ് മലയാളം. ക്യാമ്പസിലെ കൊലക്കത്തി കേരളത്തെ പേടിപ്പിച്ച മറ്റൊരു സംഭവം എന്ന നിലക്ക് കൂടിയാണ് നമ്മളിതിനെ ഓർക്കുക. 2012 ജൂലൈ 16 ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജ് പരിസരത്ത് വെച്ചാണ് വിശാലിന് കുത്തേറ്റത്. കോന്നി NSS കോളേജിലെ വിശാൽ ക്രിസ്ത്യൻ കോളേജിലെത്തിയത് നവാഗതരെ സ്വീകരിക്കാനുള്ള പരിപാടിയിൽ പങ്കെടുക്കാനായിരുന്നു. സ്വീകരണവുമായി ബന്ധപ്പെട്ട് ABVPയും ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ തമ്മിൽ സംഘർഷമുണ്ടാവുകയായിരുന്നു. അവിടെ വെച്ച് ഈ തർക്കമാണ് വിശാലിൻ്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് കേസ്. പ്രതികൾക്കെതിരായ കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല എന്നാണ് കോടതി നിരീക്ഷിച്ചത്. വിധി പറഞ്ഞപ്പോൾ SFI KSU പ്രവർത്തകർ വിചാരണാ വേളയിൽ കോടതിയിൽ മൊഴി മാറ്റിയത് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. സംഭവത്തെക്കുറിച്ചോ പ്രതികളെക്കുറിച്ചോ അറിയില്ല എന്ന് കോടതിയിൽ അവർ പറഞ്ഞു എന്നാണ് അറിയുന്നത്. രാഷ്ട്രീയമായ വൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് തെളിയിക്കാൻ ഇത് തടസ്സമായി എന്നാണ് വിധി, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. നിരാശാജനകമായ വിധിയാണ്, പ്രതികൾക്ക് രക്ഷപ്പെടാൻ പഴുതൊരുക്കി എന്നാണ് BJP ഈ വിധി വന്നതിന് ശേഷം പറഞ്ഞത്. ആദ്യഘട്ടത്തിൽ സർക്കാരും പോലീസും പ്രതികളെ രക്ഷിക്കാൻ ശ്രമിച്ചെന്നും ആരോപണമുണ്ട്. ഇതാണ് നമ്മുടെ കൈവശമുള്ള ഒരു വിവരം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാണ് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന, പൊതുപ്രവർത്തനത്തിലേക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വന്നിരുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഒരുപക്ഷെ അദ്ദേഹം വളർന്ന് ഒരു പൊതുപ്രവർത്തകനായിട്ട് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന ഒരാളായിട്ട് മാറിയേനെ. അത് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകളിൽ പലരും എന്നതുപോലെ ക്യാമ്പസ് രാഷ്ട്രീയം വിട്ട് അദ്ദേഹത്തിൻ്റെ വേറെ ജീവിത മേഖലകൾ തേടി അദ്ദേഹം പോയേനെ. പക്ഷേ 19ാമത്തെ വയസ്സിൽ അത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ ജീവിതത്തിന് ഇങ്ങനെയൊരു അങ്ങേയറ്റം ദുഃഖകരമായിട്ടൊരു പര്യവസാനമുണ്ടായി. കൊല ചെയ്യുമ്പോൾ കൊണ്ടുപോകുമ്പോൾ ആ വാഹനത്തിൽ വെച്ച് തന്നെ കുത്തിയത് അല്ലെങ്കിൽ ഉപദ്രവിച്ചത്, ആക്രമിച്ചത് ഇന്ന ആളുകളാണ് എന്ന് വിശാൽ സുഹൃത്തിനോട് പറഞ്ഞു എന്നതടക്കം പോലീസിൻ്റെ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങളിൽ നമ്മൾ അറിയുകയാണ്. പക്ഷേ എന്നിട്ട് പോലും അദ്ദേഹത്തിന് നീതി കൊടുക്കാൻ, ഈ കുട്ടിക്ക് നീതി കൊടുക്കാൻ, കുട്ടിയുടെ കുടുംബത്തിന് അവരുടെ കണ്ണീരിന് ഒരു ശമനമുണ്ടാക്കാൻ നമ്മുടെ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. രാഷ്ട്രീയമായിട്ട് അല്ല, രാഷ്ട്രീയാതീതമായിട്ട് നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യമായിട്ടാണ് ഇത് മനസ്സിലാക്കേണ്ടത്. ആലപ്പുഴയിൽ അമൽ സുരേന്ദ്രൻ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകും. അമൽ, അങ്ങേയറ്റം ദുഃഖകരമായൊരു കാര്യമാണ് ഈ വിശാലിനെ നേരിട്ടറിയാവുന്ന ആളുകൾക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക്, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടി ആയിരുന്ന BJPയുടെയും ABVPയുടെയും ഒക്കെ പ്രവർത്തകർക്ക് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. ഇങ്ങനെയൊരു വിധി വരാൻ എന്ത് കാരണം എന്നാണ് അഭിഭാഷകരും മറ്റുമൊക്കെ പറയുന്നത്. സനീഷ്, തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഈ ഒരു വിധി പ്രസ്താവന ഉണ്ടാകുന്ന ഒരു സമയത്ത് തന്നെ ആ കോടതി പരിസരത്തുണ്ടായിരുന്ന BJP പ്രവർത്തകരും സുഹൃത്തുക്കളും അടക്കം, അതായത് വിശാലിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ആയിരുന്നവരും എല്ലാം വളരെയധികം നിരാശയോട് കൂടിയാണ് നമ്മളോടെല്ലാം പ്രതികരിച്ചു കൊണ്ടിരുന്നത്. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വിധി പ്രോസിക്യൂഷനെ അടക്കം വലിയ രീതിയിൽ നിരാശയിൽ ആഴ്ത്തിക്കളഞ്ഞിട്ടുണ്ട്. ഏതായാലും അപ്പീലുമായി പോകും എന്ന് തന്നെ പ്രോസിക്യൂഷൻ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഈ വിധി പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് പ്രോസിക്യൂഷൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ അഭിഭാഷകരുമായും എല്ലാം സംസാരിക്കുമ്പോൾ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഈ
വിധി പ്രസ്താവനയുടെ ഈ ഒരു പകർപ്പിൽ യഥാർത്ഥത്തിൽ നിയമപരമായിട്ടുള്ള ഒരു കാരണം പോലും ഈ പ്രതികളെയെല്ലാം, അതായത് 20 പ്രതികളെ എല്ലാം വെറുതെ വിടുവാനുള്ള, കുറ്റവിമുക്തരാക്കുവാനുള്ള നിയമപരമായിട്ടുള്ള ഒരു കാരണം പോലും ഈ വിധിപ്പകർപ്പിൽ നിന്ന് തങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കുന്നില്ല. ഇതിൽ പ്രധാനപ്പെട്ടത് 2 സാക്ഷികൾ ഉണ്ടായിരുന്നു. അത് വിശാലിനോടൊപ്പം തന്നെ ഈ കുത്തേറ്റ വിഷ്ണു പ്രസാദ് എന്നും ശ്രീജിത്ത് എന്നും പറയുന്ന 2 പേരായിരുന്നു. ഇവർ വ്യക്തമായി ഈ ഒരു കേസിൽ വിദേശത്തായിരുന്നുവെങ്കിലും നാട്ടിൽ തിരിച്ചെത്തി ഈ മൊഴി നൽകിയിരുന്നു. അതായത് ഈ പ്രതികളിലേക്ക് വ്യക്തമായിട്ടുള്ള മൊഴികൾ നൽകിയിരുന്നു. പക്ഷേ ഈ ഒരു കേസ് അന്വേഷിക്കുന്ന സമയത്ത്, അതായത് തുടക്ക സമയത്ത് ലോക്കൽ പോലീസാണ് ഈ കേസ് അന്വേഷിച്ചിരുന്നത്. 5 മാസത്തിന് ശേഷമാണ് പ്രതികളിലേക്ക് എത്തിപ്പെടുന്നത്. ആ സമയത്ത് ഈ വിഷ്ണു പ്രസാദും ശ്രീജിത്തും ആശുപത്രിയിലായിരുന്നു. അപ്പോൾ ഈ പ്രതികളുടെ ഫോട്ടോ ഇവരെ കാണിച്ചാണ് യഥാർത്ഥത്തിൽ ഈ പ്രതികൾ ഇവർ തന്നെയാണെന്ന് ഇവർ തിരിച്ചറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. യഥാർത്ഥത്തിൽ അന്ന് പോലീസ് നടത്തിയിരുന്നത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഫോട്ടോ കാണിച്ചായിരുന്നില്ല പ്രതികളെ ഇവർ ഈ കുത്തേറ്റ വിഷ്ണുപ്രസാദും ശ്രീജിത്തിനെയും തിരിച്ചറിയേണ്ടിയിരുന്നത്. അല്ലെങ്കിൽ അതൊരു തുറുപ്പ് ചീട്ടായിട്ട് കോടതിക്ക് മുൻപാകെ പ്രതിഭാഗം നിരത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ വിഷ്ണുപ്രസാദിന് ഈ കുത്തേൽക്കുമ്പോൾ വിഷ്ണുപ്രസാദ് പോലീസിന് നൽകിയ മൊഴി എന്ന് പറയുന്നത് തൻ്റെ തലയ്ക്ക് പിന്നിലായിട്ട് വെട്ടേറ്റു എന്നൊരു മൊഴിയാണ് വിഷ്ണുപ്രസാദിൻ്റെ ഭാഗത്ത് നിന്ന് പോലീസിന് ലഭിച്ചത്. അപ്പോൾ ആ ഒരു വിധി തന്നെയാണ് മൊഴി തന്നെയാണ് കോടതിയിലേക്കും എത്തിയത്. പക്ഷേ അങ്ങനെയല്ല വേണ്ടത്. വിഷ്ണുപ്രസാദിൻ്റെ ഭാഷയിൽ ഒരു പ്രശ്നമുണ്ട്. കുത്തേൽക്കുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ വിഷ്ണുപ്രസാദ് പറഞ്ഞത് വെട്ടേറ്റു. ഇത്തരത്തിലുള്ള നിസ്സാര കാരണങ്ങളാണ് ഈ വിഷ്ണുപ്രസാദിൻ്റെ മൊഴി അല്ലെങ്കിൽ ശ്രീജിത്തിൻ്റെ മൊഴി വിലക്കെടുക്കുവാൻ കോടതി അതിന് ഒരു കാരണം, വിലക്കെടുക്കാതിരിക്കാനുള്ള ഒരു കാരണമായിട്ട് പറഞ്ഞത്. അതോടൊപ്പം തന്നെ വേറെയും 55 സാക്ഷികൾ ഈ ഒരു കേസിലുണ്ടായിരുന്നു. ഈ 55 സാക്ഷികളിലും ഏറെ പേരും BJP അല്ലെങ്കിൽ ABVP-യുമായി അനുകൂലമുള്ളവരാണ്, അല്ലെങ്കിൽ അനുഭാവികളാണ്. ഇവരുടെ ഒരു വാദങ്ങൾ അല്ലെങ്കിൽ ഇവരുടെ മൊഴികളൊന്നും പ്രസക്തമായി എടുക്കാൻ കോടതി തയ്യാറായില്ല. അത് രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങളുണ്ട് എന്ന് പ്രതിഭാഗം വാദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ 205ഓളം രേഖകൾ പ്രോസിക്യൂഷൻ കോടതിക്ക് മുമ്പാകെ ഹാജരാക്കിയിരുന്നു. ഇതിനൊന്നും യാതൊരു തരത്തിലുള്ള ഒരു പ്രസക്തിയും കോടതിക്ക് മുൻപാകെ ഉണ്ടായില്ല എന്നതാണ്. 13 വർഷം നീണ്ടുനിന്ന വിചാരണയാണ് ഉണ്ടായത്. ഇതിനുശേഷവും ഇത്തരത്തിലുള്ളൊരു വിധി തന്നെയാണ് ഉണ്ടായതെന്നത് അങ്ങേയറ്റം നിരാശയോടുകൂടി തന്നെയാണ് പ്രോസിക്യൂഷൻ കാണുന്നത്. അതോടൊപ്പം തന്നെ SFI KSUവിൻ്റെ ഭാഗമായിട്ടുള്ള 2 പ്രവർത്തകർ ഈ കോളേജിൽ തന്നെ ഉണ്ടായിരുന്ന, അതായത് ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിൽ തന്നെ പഠിച്ചിരുന്ന ഇവർ 2 പേർ ഈ ഒരു കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളായിരുന്നു. അവർ ഈ വിചാരണ വേളയ്ക്ക് ഇടയിൽ വെച്ച് കൂറുമാറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് കൂറുമാറുന്ന രീതിയിൽ തന്നെ കോടതി രേഖപ്പെടുത്തുകയും ചെയ്തു. അതായത് ഈ ബാക്കിയുള്ള സാക്ഷികളെല്ലാം ABVP-യുമായിട്ടും അല്ലെങ്കിൽ BJP-യുമായിട്ടും അനുകൂലമായി നിൽക്കുന്ന, അനുഭാവികളായി നിൽക്കുന്നവരാണെങ്കിൽ ഇവർ 2 പേരായിരുന്നു മറിച്ച് നിൽക്കുന്നവർ. അപ്പോൾ ഇവർ കൂറുമാറിയതോടുകൂടി അങ്ങനെ ഒരു സാധ്യത കൂടി ഇതിൽ മാറുകയും തുടർന്ന് ഈ പ്രതികൾക്ക് അനുകൂലമായ ഒരു പശ്ചാത്തലം കോടതിയിൽ ഉണ്ടാവുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സനീഷ്, അമൽ, ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് വിശാലിൻ്റെ കുടുംബം അവരെന്താണ് പറയുന്നത് എന്താണ്. വിശാല് 19 വയസ്സ് മാത്രമുള്ളൊരു ചെറുപ്പക്കാരൻ. നമുക്ക് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാലോ, ഒരു വളരെ പ്രായം കുറഞ്ഞൊരു കുട്ടി. 19 വയസ്സ് എന്ന് വെച്ചാൽ ഡിഗ്രി ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള ഒരു സമയമായിരിക്കും ഒരുപക്ഷെ. അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ആരൊക്കെയാണുള്ളത്, അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിട്ടുണ്ടോ? അവരുടെ പ്രതികരണം നമുക്ക് ലഭ്യമായിട്ടുണ്ടോ? സനീഷ്, നമുക്കറിയാവുന്നതാണ് ഏറെക്കാലം കേരളത്തിൻ്റെ ക്യാമ്പസ് രാഷ്ട്രീയത്തിലെ ഇത്തരത്തിൽ കൊലക്കത്തിയുടെ നിലവിളികൾ അല്ലെങ്കിൽ കൊലക്കത്തി ഉണ്ടാക്കുന്ന നിലവിളികൾ അത് മരണപ്പെടുന്നവരുടെയോ ആക്രമിക്കപ്പെടുന്നവരുടെയോ മാത്രമല്ല അവരുടെ കുടുംബങ്ങളുടേത് കൂടിയാണ്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ സുപ്രധാനമായൊരു വിധി മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയുടെ ഭാഗത്തുനിന്ന് ഇന്നുണ്ടാകുമ്പോൾ നമ്മൾ വിശാലിൻ്റെ കുടുംബവുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ നിലവിൽ ഈ ലോകത്തില്ല എന്നും ലോകത്തോട് വിട പറഞ്ഞെന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അച്ഛൻ ഇപ്പോൾ വിദേശത്താണുള്ളത്. അദ്ദേഹവുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും നിലവിൽ അദ്ദേഹം പ്രതികരിക്കുവാൻ തയ്യാറായിട്ടില്ല. ഏതായാലും ഇത്തരത്തിലുള്ള ഒരു വിധി അങ്ങേയറ്റം നിരാശാജനകമാകുമെന്ന കാര്യത്തിൽ ഒട്ടും സംശയമില്ല. പ്രത്യേകിച്ചും കുടുംബത്തിനും സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും അടക്കം അങ്ങേയറ്റം ഒരു ഞെട്ടൽ കൂടിയാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും 20 പ്രതികളെയും, അതായത് ഒരു പ്രായപൂർത്തിയാകാത്ത പ്രതിയടക്കമുള്ള 20 പേരെയും വെറുതെ വിടുന്ന ഒരു കാര്യം ഉണ്ടാകുമ്പോൾ അത് അന്വേഷണത്തിലുള്ള പാളിച്ചയാണെന്നും അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ്റെ വ്യക്തമായിട്ടുള്ള പാളിച്ചകൾ ഉണ്ട് എന്നുള്ളൊരു സംശയം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അതിൽ കൃത്യമായിട്ടുള്ള അന്വേഷണം ഉണ്ടാവുകയും സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയും വേണം. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്തു നിന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൊണ്ടാണ് ഇങ്ങനൊരു വിധി ഉണ്ടാവാൻ കാരണം എന്ന് തന്നെയാണ് അവർ നമ്മളോട് പറയുന്നത്. അതിനെതിരെ അപ്പീൽ പോകുമെന്നും അറിയിച്ചിട്ടുണ്ട്. സനീഷ്, ശരി, നന്ദി അമൽ വിവരങ്ങൾക്ക്. എന്തായാലും 2012 ഉമ്മൻചാണ്ടിയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ കാലത്ത് രമേശ് ചെന്നിത്തലയും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ള ആളുകൾ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്തിട്ടുണ്ട് അതിനുശേഷമുള്ള കാലങ്ങളിലൊക്കെ ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായോ, അന്വേഷണത്തിൽ എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് നിശ്ചയമായിട്ടും രാഷ്ട്രീയ നേതൃത്വം അത് ആ കാലത്ത് ആരായിരുന്നോ അവർ ഒന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം 19 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി ക്യാമ്പസിൽ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഇരയായിട്ട് കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് നീതിയുക്തമായിട്ടൊരു വിധി ഉണ്ടാകേണ്ടതുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കുട്ടിയെ കുത്തിക്കൊന്നതാണ്.
അപ്പോൾ കൊലപാതകികളുണ്ട്. ആ കൊലപാതകികൾ നമ്മുടെ സമൂഹത്തിൽ സ്വൈര്യം വിഹാരം നടത്തുകയാണ് ഇപ്പോൾ എന്ന സാഹചര്യം ഉണ്ടാകുന്നത് സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള കാര്യമേ അല്ല. ഒരു കൊലപാതകം, ഒരു കുറ്റകൃത്യം നടന്നാൽ അവർ ശിക്ഷിക്കപ്പെടണം, ആ കുറ്റകൃത്യം നടത്തിയ ആളുകൾ എന്നത് ഈ കൊല്ലപ്പെട്ടയാൾക്കുള്ള നീതി മാത്രമല്ല, അല്ലെങ്കിൽ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് ലഭിക്കേണ്ടുന്ന നീതി മാത്രമല്ല, സമൂഹത്തിന് ആകെ ലഭിക്കേണ്ടുന്ന നീതിയാണ്. അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ABVP-കാരനാണ് കൊല്ലപ്പെട്ടത്, SFI-കാരനാണ് കൊല്ലപ്പെട്ടത്, KSU-കാരനാണ് കൊല്ലപ്പെട്ടത് എന്നതൊന്നും അവിടെ വസ്തുതയല്ല. കാരണം സമൂഹത്തിന് ആകെപ്പാടെ വേണ്ടത് ഒരു കുറ്റകൃത്യം നടന്നാൽ ആ കുറ്റകൃത്യത്തിൽ പങ്കാളികളായിട്ടുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെട്ടാൽ മാത്രമേ നീതിയുക്തമായ സമൂഹം പിന്നീട് പുലർന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് ഈ കാര്യങ്ങളെ, ഇങ്ങനൊരു കൊലപാതകം ഉണ്ടായാൽ 19 വയസ്സൊരു കുട്ടി കൊല്ലപ്പെട്ടാൽ കൊലപാതകത്തിലെ പ്രതികളെ മതിയായ ശിക്ഷ ജുഡീഷ്യൽ നടപടികളിലൂടെ, അന്വേഷണ നടപടികളിലൂടെ കടത്തി കൊണ്ടുപോയിട്ട് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നത് സമൂഹത്തിൻ്റെ ആകെ ആവശ്യമാണ്. അവിടെ പരാജയപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സംവിധാനങ്ങൾ എന്ന് നമ്മൾ കാണുന്നു. നിശ്ചയമായിട്ടും പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് പരിശോധിക്കണം. പരാജയപ്പെടാൻ കാരണമായതിൽ പോലീസിൻ്റെ വീഴ്ചകളുണ്ടെങ്കിൽ, അന്വേഷണ സംഘത്തിൻ്റെ വീഴ്ചകളുണ്ടെങ്കിൽ അവർ ആ നിലക്ക് അതിൽ തിരുത്തൽ നടപടികൾക്ക് വിധേയമാകണം. അന്വേഷണ സംവിധാനത്തിന് പകരം പ്രോസിക്യൂഷൻ്റെ വീഴ്ചയാണെങ്കിൽ അവർ ആ നിലക്കുള്ള തിരുത്തൽ നടപടികൾക്ക് വിധേയമാകണം. ഇതിപ്പോൾ നമ്മുടെ മുന്നിലേക്ക് വരുന്ന പ്രധാനപ്പെട്ട ഒരു കേസാണ് ഇങ്ങനെ. നടി ആക്രമിക്കപ്പെട്ട കേസിൽ കോടതിയിൽ എന്തൊക്കെ നടന്നാലും പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ അതിനകത്തുണ്ടെങ്കിലും വേണ്ട രീതിയിൽ മതിയാം വണ്ണം കേസ് നടത്താൻ പ്രോസിക്യൂഷൻ സാധിച്ചിട്ടില്ല, അന്വേഷണ സംഘത്തിനും സാധിച്ചിട്ടില്ല എന്നതാണ് വിധിക്കകത്ത് നമ്മൾ കാണുന്നത്. അപ്പോൾ അതിനെ മുഖവിലക്കെടുക്കുകയാണെങ്കിൽ അവിടെയും പ്രോസിക്യൂഷനും അന്വേഷണ സംഘത്തിനും വീഴ്ച വന്നോ എന്ന സംശയം പൊതുസമൂഹത്തിലേക്ക് വരുന്ന സമയത്താണ് ഇപ്പോൾ മറ്റൊരു സംഭവം ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. 19 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി കൊല ചെയ്യപ്പെട്ട സംഭവത്തിൽ എന്നെ കുത്തിയ ആളുകൾ ഇന്നയാളാണ് എന്ന് ആ കുട്ടി സുഹൃത്തുക്കളോട് പറഞ്ഞിട്ട് പോലും 13 വർഷങ്ങൾക്ക് ശേഷം പോലും ആ കുട്ടിക്കും കുടുംബത്തിനും പൊതുസമൂഹത്തിനാകെ തന്നെയും നീതി ലഭിച്ചിട്ടില്ല എന്നത് നമ്മളെ അങ്ങേയറ്റം വേവലാതിപ്പെടുത്തേണ്ടതാണ്. അതിൽ അതിശക്തമായിട്ടുള്ള നടപടികളുമായിട്ട് തുടർ നടപടികളിലൂടെ ഈ കുട്ടിയെ വെട്ടിക്കൊന്ന ആളുകൾക്ക് ശിക്ഷ കൊടുക്കുക എന്നത്, അവർ സ്വൈര്യവിഹാരം നടത്തരുത്, ഇങ്ങനൊരു ക്രൂരകൃത്യം ചെയ്ത ആളുകൾ ആ നിലക്കുള്ള ശിക്ഷ അനുഭവിക്കണം എന്നതിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ ഒന്നുകൂടി ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ്. ഇനിയും അതിന് അവസരമുണ്ടെന്നാണ് RDX വിചാരിക്കുന്നത്. മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടിരിക്കുന്നു എന്ന ഒറ്റ വരിയിലാണ് കോടതി വിധി പ്രസ്താവിച്ചത്. കോന്നി NSS കോളേജ് വിദ്യാർത്ഥിയും ABVP ഭാരവാഹിയുമായിരുന്ന വിശാൽ ചെങ്ങന്നൂർ ക്രിസ്ത്യൻ കോളേജിലെ നവാഗതരെ സ്വീകരിക്കാനെത്തിയെന്നത് സത്യമാണ്. അതിനെ ചൊല്ലി ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകരുമായി തർക്കമുണ്ടായെന്നും കത്തിക്കുത്ത് നടന്നുവെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ കേസ്. ക്രിസ്ത്യൻ കോളേജിലേക്കുള്ള നടപടിയിൽ വിശാലിന്റെ ചോര വാർന്ന് കട്ടപിടിച്ചു കിടക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോഴും അത് ഓർക്കുന്നവർക്ക് ഓർമ്മയുണ്ട്. പിറ്റേ ദിവസം കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ആ ജീവൻ പൊലിഞ്ഞു. ബാക്കിയാകുന്നത് പിന്നെ ആരാണ് വിശാലിനെ കൊലപ്പെടുത്തിയതെന്ന ചോദ്യമാണ്. 19 വയസ്സ് മാത്രമുള്ള ഒരു യുവാവ് കുത്തേറ്റ് മരിച്ചിട്ട് 13 കൊല്ലം അന്വേഷണവും വിചാരണയും നടന്നിട്ട് ഒരാളെയും കുറ്റക്കാരായി കണ്ടെത്താനായില്ല എന്നത് ഈ സംവിധാനത്തിൻ്റെ പരാജയം തന്നെയാണ്. ഏതായാലും കേസിൽ അപ്പീൽ പോകുമെന്ന് പ്രോസിക്യൂഷൻ വ്യക്തമാക്കിയിട്ടുണ്ട്. തെളിവുകളും സാക്ഷിമൊഴികളും തുടക്കത്തിലെ ദുർബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ മേൽക്കോടതിയിലും നീതി നടപ്പാകുമോ എന്ന സംശയം സാധാരണക്കാരന് തോന്നിയാൽ എങ്ങനെ തെറ്റു പറയാനാകും? വൈകിയെങ്കിലും നീതി പുലരട്ടെ എന്ന് മാത്രം RDX ആശിക്കുന്നു.